കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഇന്നലെ രണ്ടാം സർഗം, അത് യുദ്ധകാണ്ഡത്തിലത്തെ രണ്ടാം സർഗം ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചു അല്ലേ. ഇനി അതായത് പോവുക എന്ന് പറഞ്ഞ വിഭീഷണൻ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞ 4 മന്ത്രിമാരോടും കൂടി ശ്രീരാമനെ ശരണം പ്രാപിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ ഇനി യുദ്ധകാണ്ഡത്തിൽ എന്താ പറയണത് വെച്ചാൽ മൂന്നാം സർഗത്തിൽ എന്താ പറയണ വെച്ചാൽ വിഭീഷണൻ ഭഗവാന്റെ അടുത്ത് പോയി ശരണാഗതി അടയണു, എന്നിട്ട് എന്നെ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ വിശ്വസിക്കാൻ വയ്ക്കുമെന്ന് അറിയില്ല എന്ന് പറയണതും, ശ്രീരാമൻ സാരില്ല എനിക്ക് വിശ്വാസമാണ് എന്ന് പറയണതും സ്വീകരിക്കണതും, പിന്നെ വിഭീഷണൻ്റെ സ്തുതി, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്കിതിൽ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് മൂന്നാം സർഗത്തിലേക്ക് പ്രവേശിക്കാം. സാധാരണ പോലെ പിന്നെ ശിവൻ പാർവതിയോട് പറയണതായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ശ്രീ മഹാദേവ ഉവാച വിഭീഷണോ മഹാഭാഗശ്ചതുർഭിർമന്ത്രിഭിः സഹ ആഗത്യ ഗഗനെ രാമസമ്മുഖേ സമവസ്ഥിത. മഹാഭാഗ എന്ന് പറഞ്ഞാൽ ഭാഗ്യവാനായിട്ടുള്ള വിഭീഷണനെയാണ് ഭാഗ്യം അല്ലേ. ചതുർഭി മന്ത്രിഭി 4 മന്ത്രിമാരും വിഭീഷണൻ്റെ കൂടെ രാവണനെയും രാക്ഷസന്മാരെയും ഉപേക്ഷിച്ച് പോകാൻ തീർച്ചയാക്കി. ആ 4 മന്ത്രിമാരോടും കൂടിയിട്ട്, അതാണ് ചതുർഭി മന്ത്രിഭി. ആഗത്യ ഭഗവാന്റെ അടുത്ത് വന്നിട്ട്, രാമേന്ദ്ര ഭഗവാന്റെ അടുത്ത് വന്നിട്ട്, ഗഗനത്തിൽ അതായത് ആകാശത്തിൽ തന്നെ നിന്നുകൊണ്ട് രാമസമ്മുഖേ രാമനോട് അഭിമുഖമായി നിന്നിട്ട് സമവസ്ഥിതനായി ആകാശത്ത്, ഭൂമിയിലല്ലാതെ ആകാശത്ത് രാമന് സമ്മുഖമായിട്ട് നിന്നു, എത്തി അവിടെ നിന്നു. അതായത് ശിവൻ ശ്രീപാർവതിയോട് പറയുകയാണ്, ശ്രീപാർവതി ഈ ദുഷ്ടസംസർഗം മനസ്സുകൊണ്ട് ത്യജിച്ച ഈ മഹാഭാഗ്യവാനായിട്ടുള്ള വിഭീഷണൻ ശരിക്കും രാക്ഷസനായിട്ടും കൂടിയും അങ്ങനെ തോന്നിച്ച വല്ല ഭാഗ്യം തന്നെയാണല്ലേ. പരിത്യജിച്ച അങ്ങനെ മനസ്സുകൊണ്ട് അവരെയൊക്കെ പരിത്യജിച്ചിട്ടുള്ള മഹാഭാഗ്യവാനായിട്ടുള്ള വിഭീഷണൻ 4 മന്ത്രിമാരോട് കൂടി വന്ന് ആകാശത്തിൽ എന്ന് പറയേണ്ട ഗഗനെന്ന് പറഞ്ഞു, ആകാശത്തിൽ രാമന് അഭിമുഖമായിട്ട് നിന്നു. ശ്രീ മഹാദേവ ഉവാച വിഭീഷണോ മഹാഭാഗശ്ചതുർഭിർമന്ത്രിഭിः സഹ ആഗത്യ ഗഗനെ രാമസമ്മുഖേ സമവസ്ഥിത. ഇനി 2, 3 ഒരു വരി. ഉച്ചൈരുവാച ഭോ സ്വാമിൻ രാമരാജീവലോചന രാവണസ്യാനുജോഹം തേ ദാരഹത്തുർവിഭീഷണഃ നാംനാ ഭ്രാത്ര നിരസ്തോഹം ത്വാമേവ ശരണം ഗത. ആരാന്നൊക്കെ സെൽഫ് ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്തിട്ട് ചെയ്യണം. ഉച്ചൈഹി ഉവാച, ഇങ്ങനെ ആകാശത്തിൽ ഭഗവാൻ അഭിമുഖമായി നിന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഭോ സ്വാമിൻ, ഹേ സ്വാമിൻ രാജീവലോചന, അതായത് പിന്നെ വളരെ താമരസാക്ഷനായ കണ്ണ, രാമ, അതായത് താമര പോലത്തെ കണ്ണുള്ള ഭഗവാനെ, തേ ദാരഹർത്തുഹു രാവണസ്യ, അങ്ങയുടെ ഭാര്യയെ, ഹർത്തും ച അപഹരിച്ച രാവണൻ്റെ, ഹേ രാമ, തേ ദാരഹർത്തുഹു രാവണസ്യ, അങ്ങയുടെ പിന്നെ ഭാര്യ അപഹരിച്ച രാവണൻ്റെ അനുജഹ അഹം, അനുജനാണ് ഞാൻ. നാംനാ വിഭീഷണ, നാമം കൊണ്ട് എനിക്ക് വിഭീഷണൻ എന്നാണ് പേര്, എൻ്റെ പേരിട്ടിരിക്കുന്നത് വിഭീഷണൻ എന്നാണ്. ഭ്രാത്ര, അതായത് സഹോദരനാൽ, നിരസ്തഹ അഹം, നിരസിക്കപ്പെട്ട, അതായത് പിന്നെ എന്താണ്, വിഭീഷണൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ, ഒന്നും ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ, അപ്പം നിരസിക്കപ്പെട്ട രാവണനാൽ, അതാണ് ഭ്രാത്ര പറഞ്ഞ, സഹോദരനാൽ അല്ലെങ്കിൽ രാവണനാൽ. നിരസ്തഹ അഹം, നിരസിക്കപ്പെട്ട ഞാൻ, ത്വാം ഏവ, നിന്തിരുവടിയെ തന്നെ ശരണം ഗത, ഞാൻ ശരണം പ്രാപിക്കാനായിട്ട് അങ്ങയുടെ അടുത്തേക്ക് വന്നിറക്കുകയാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ? ഉച്ചത്തിൽ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു കേട്ടോ. ഹേ സ്വാമിൻ താമര സലോചന, താമര പോലുള്ള കണ്ണുകളോടുകൂടിയവനെ, രാമ, ഞാൻ അങ്ങയുടെ ഭാര്യയെ അപഹരിച്ച രാവണൻ്റെ അനുജനായിട്ടുള്ള വിഭീഷണനാണ് ഞാൻ.
ഏട്ടനാൽ ധിക്കരിക്കപ്പെട്ടവനാണ് ഞാൻ. ഏട്ടൻ ധിക്കരിച്ചു എൻ്റെ ഉപദേശത്തിനെ. അപ്പോൾ ഏട്ടനാൽ ധിക്കരിക്കപ്പെട്ട ഞാൻ ഇതാ നിന്തിരുവടിയെ ശരണം പ്രാപിച്ച് ഇതാ ഇവിടെ വന്നിരിക്കുന്നു, ഏട്ടനെ ഉപേക്ഷിച്ചിട്ടേ എന്നാണ് പറഞ്ഞത്. പിന്നെ ആദ്യമായിട്ട് വിഭീഷണൻ ശ്രീരാമനോട്. ഇനി രണ്ടും മൂന്നിലത്തെ ഒരു ലൈനും വായിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഉച്ചൈരുവാച ഭോ സ്വാമിൻ രാമരാജീവലോചന രാവണസ്യാനുജോഹം തേ ദാരഹത്തുർവിഭീഷണഃ നാംനാ ഭ്രാത്രാ നിരസ്തോഹം ത്വാമേവ ശരണം ഗതഃ. ഇനി മൂന്നിൻ്റെ രണ്ടാമത്തെ വരിയും നാലും കൂടി. ഹിതമുക്തം മയാ ദേവാ തസ്യ ചാവിഹിതാത്മനഃ. ഈ 4. സീതാം രാമായ വൈദേഹീം പ്രേഷയേതി പുനഃ പുനഃ ഉക്തോപി ന ശൃണോത്യേഷ കാലപാശവശം ഗതാ. ദേവ, അല്ലയോ ദേവ, അവിഹിതാത്മനഃ, അതായത് ഈ ഹിതം ഏതാണ് ഹിതം എന്ന് മനസ്സിലാക്കാതെ, അവിഹിതാത്മന പറഞ്ഞാൽ എന്താ, പിന്നെ ഹിതം മനസ്സിലാക്കാതെ, തസ്യ അവന്, മയാ എന്നാൽ, ഹിതം മനസ്സിലാക്കാൻ പറ്റാത്ത അവൻ, മയാ എന്നാൽ ഹിതം ഉക്തം, ഞാൻ ഹിതം പറഞ്ഞപ്പോൾ, അതായത് നല്ലത് പറഞ്ഞു കൊടുത്തപ്പോൾ, വെൽവിഷറാണ് ഞാൻ, എന്താണ് അദ്ദേഹത്തിന് നന്മ തന്നെയാണ് പറഞ്ഞു കൊടുത്തതും അതെ. പക്ഷേ പക്ഷെ അത് കേൾക്കാൻ തയ്യാറില്ല. വൈദേഹിം, അതായത് സീത, വിദേഹപുത്രിയാണല്ലോ സീത, സീതയെ, വൈദേഹിയായ സീതയെ രാമനായിക്കൊണ്ട് രാമനെ തിരിച്ചു കൊടുത്താലും അയക്കൂ, രാമൻ്റെ അടുത്തേക്ക് സീതയെ അയക്കൂ. ഇത് പുനഃ ഉക്താഭി, ഞാൻ പിന്നെയും പറഞ്ഞു. എന്നിട്ടും കാലപാശവശം ഗത, ഈ കാലപാശത്തിന് അധീനനായ, അതായത് മരണം എടുത്തിരിക്കുന്നു, അതിനെ കാലപാശം കെട്ടിക്കൊണ്ടുപോകാനുള്ള സമയമായി. ആ കാലപാശത്തിന് അധീനനായ ഇവൻ, അതായത് എൻ്റെ സഹോദരൻ, ന ശൃണോതി, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. എന്താ പറയണച്ചാ ശരിയല്ലാത്ത, അതായത് അനർത്ഥം വരുത്തുന്ന കാര്യത്തിൽ മനസ്സ് ഊന്നിയ ആളാണ് രാവണൻ, അല്ലേ? അനർത്ഥം വരുന്ന ഉറപ്പാണ് സീത അപഹരിച്ച്. അനർത്ഥം വരുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഈ എൻ്റെ സഹോദരൻ, ഞാൻ ഹിതമായ കാര്യത്തെ പറഞ്ഞു കൊടുത്തു ഞാൻ. എന്താ ഹിതമായ കാര്യം പറഞ്ഞു കൊടുത്തത്? ഈ വിദേഹരാജപുത്രിയായിട്ടുള്ള സീതയെ ശ്രീരാമൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ടേക്കൂ എന്ന് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടും ഈ നാശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, നശിക്കാറായിട്ടിരിക്കുന്ന നാശോന്മുഖനായ ഈ രാവണൻ അത് കേൾക്കണില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ ഹിതകാരി എന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണതൊന്നും കേൾക്കണില്ല. ഹിതമുക്തം മയാ ദേവ തസ്യ ച വിഹിതാത്മനഃ സീതാം രാമായ വൈദേഹീം പ്രേഷയേതി പുനഃ പിന്നെ പറഞ്ഞു. ഉക്തോപി ന ശൃണോത്യേഷ കാലപാശവശം ഗത. എങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ തോന്നുക? കാലപാശത്തിൻ്റെ അധീനനായിട്ടിരിക്കുകയാണ്, വിധി അനുഭവിക്കാൻ നിർത്തിയുള്ളൂ. അതുകൊണ്ടായിരിക്കണം പറഞ്ഞാൽ കേൾക്കാൻ തോന്നിയില്ല എന്ന്. ഇനി 5, 6. ഹന്തും മാം ഖൽഗമാദായ പാദവദ്രാക്ഷസാധമ തതോചിരേണ സജീവൈഃ ചതുർഭിസ്സഹിതോ ഭയാത്. 6. ത്വാമേവ ഭവമോക്ഷായ മുമുക്ഷുശരണം ഗതഃ വിഭീഷണവചഃ ശ്രുത്വാ സുഗ്രീവോ വാക്യമബ്രവീത്. രാക്ഷസാധമ, രാക്ഷസന്മാരിൽ അധമൻ, മാം ഹന്തും. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആ രാക്ഷസാധമൻ, എൻ്റെ ഏട്ടനായിട്ടുള്ള അധമനായിട്ടുള്ള ആ രാക്ഷസനായിട്ടുള്ള രാവണൻ, മാം ഹന്തും, ഞാനിങ്ങനെ നല്ല വാക്ക് പറഞ്ഞപ്പോൾ എന്താ ചെയ്തത്? മാം ഹന്തും, എന്നെ കൊല്ലാനായിക്കൊണ്ട് ഖൽഗം ആദായ, വാളെടുത്തു എന്നെ വെട്ടാൻ. പ്രാദ്രവത്, ഓടിയെത്തി. എന്നെ ഇത് പറഞ്ഞപ്പോൾ അത്ര ദേഷ്യമായി എന്നോട്, സീത തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അഹിതാണ് പറയണമെന്ന് തോന്നിയിട്ട് വാളെടുത്ത് എൻ്റെ പിന്നാലെ എൻ്റെ നേർക്ക് പാഞ്ഞെത്തി. തതഹ, അതുകൊണ്ട്, ഭയാത്, ഭയം കൊണ്ട്, ചതുർഭി സജീവൈഹീത, ഈ കാണുന്ന 4 ചതുർഭി സജീവൈഹി സഹിത, ഈ കാണുന്ന 4 മന്ത്രിമാരോട് കൂടി
കൂടിയവനും മുമുക്ഷു, അങ്ങനെ 4 മന്ത്രിമാരോടും കൂടിയവനും മുമുക്ഷു ചെന്നാൽ മോക്ഷം ആഗ്രഹിക്കുന്നവനും ആയിട്ട് ഭവമോക്ഷായ, ഈ സംസാരത്തിൽ തന്നെ മോചനം എനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് രാവണനിൽ നിന്ന് മാത്രം മോചനമല്ല, എനിക്ക് ഈ സംസാരത്തിൽ നിന്ന് തന്നെ മോക്ഷം വേണം. അതായത് പുനരാവർത്തി രഹിതമായിട്ടുള്ള മോക്ഷം വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ത്വാമേവ, അത് തരാൻ യോഗ്യതയുള്ള നിന്തിരുവടിയെ തന്നെ അചിരേണ, വേഗത്തിൽ ശരണം ഗത, ഇതാ ഉടനെ തന്നെ ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞ, ഞാൻ ഹിതം പറഞ്ഞതിനെ രാവണൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ രാക്ഷസന്മാരിൽ അധമനായിട്ടുള്ള ആ രാവണൻ എന്നെ വധിക്കാനായിട്ട് വാളും കൊണ്ട് എൻ്റെ നേരെ പാഞ്ഞു വന്നു. അപ്പം ഞാൻ പേടിച്ചിട്ടിതാ ഈ 4 മന്ത്രിമാരോടും കൂടി അങ്ങേയറ്റം മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവനായിട്ട്, ഈ സംസാരം ദുഃഖത്തിൽ നിന്ന് തന്നെ മോക്ഷം ആഗ്രഹിക്കുന്നവനായിട്ട് ഞാനിതാ അങ്ങയുടെ മോക്ഷം തരാൻ ഏറ്റവും അർഹതയും യോഗ്യതയും എല്ലാം ഉള്ള അങ്ങയുടെ കാലടികളെ ഞാനിതാ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഉടനെ തന്നെ, ഒരു താമസമില്ലാതെ ഞാൻ നേരെ ഇങ്ങോട്ട് വരികയാണ്. ഒരു താമസമില്ലാതെ ഞാൻ അങ്ങയുടെ കാലടികളെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ വിഭീഷണൻ എന്ത് പറഞ്ഞു? ഇത് കേട്ടപ്പോൾ സുഗ്രീവ വാക്യം അബ്രവീത്. അപ്പം സുഗ്രീവൻ ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ പറഞ്ഞു എന്നെങ്കിൽ സുഗ്രീവൻ പറയണതാണ് കേട്ടോ. ആരോട്? ശ്രീരാമനോട്. അതായത് വിഭീഷണൻ വന്ന് ശരണാഗതി അടഞ്ഞു, ഇപ്പോൾ ശരണാഗതി ചോദിച്ചു അല്ലേ? അതൊക്കെ കേട്ടു, അവിടെ എല്ലാവരും കേട്ടു. ഹനുമാനും പിന്നെ സുഗ്രീവനും ബാക്കി എല്ലാവരും കേട്ടു അത്, അവിടെ ഉള്ളവരെ. അപ്പോൾ സുഗ്രീവൻ ഇത് കേട്ടപ്പോൾ സുഗ്രീവനോട് ഭഗവാൻ അഭിപ്രായമൊന്നും ചോദിച്ചില്ലെങ്കിലും സുഗ്രീവൻ ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വിഭീഷണൻ പറഞ്ഞു കേട്ടപ്പോൾ സുഗ്രീവൻ ഭഗവാനോട് പറഞ്ഞു എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ നമുക്കത് ഇത് വായിച്ചിട്ട് എനിക്ക് പോവാം. ഹന്തും മാം ഖൽഗമാതായ പ്രാദ്രവത് രാക്ഷസാഥമ, രാക്ഷസാമൻ ഹന്തും മാം, എന്നെ കൊല്ലാനേ, തതോചിരേണ സജീവൈശ്ചതുർഭി സഹിതോ ഭയാൽ. അപ്പോൾ പേടിച്ച് ഞാൻ ഉടനെ ഇങ്ങോട്ട് വന്നതാണെന്ന്. ത്വാമേവ ഭവമോക്ഷായ, ഈ ഭവസാഗരത്തിൽ നിന്ന് എന്നെ മോക്ഷം തരാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. ശരണം ഗതഃ വിഭീഷണ വച ശ്രുത്വ, വിഭീഷണൻ്റെ വചം കേട്ടപ്പോൾ സുഗ്രീവോ വാക്യമബ്രവീത്, സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു. നമുക്ക് നോക്കാം 3 ശ്ലോകം ഒന്നിച്ച്. വിശ്വാസാർഹോ ന തേ രാമ മായാവീ രാക്ഷസാധമഃ സീതാഹത്തുർവിശേഷേണ രാവണസ്യാനുജോ ബലി മന്ത്രിഭിः സായുധൈരസ്മാൻ വിവരേ നിഹനിഷ്യതി തദാജ്ഞാപയ മേ ദേവാ വാനരൈർഹന്യതാമയം മമൈവം ബാധിതേ രാമ ബുദ്ധ്യാ കിം നിശ്ചിതം വദ. ശ്രുത്വാ സുഗ്രീവവചനം രാമസസ്മിതമബ്രവീത്. രാമ, അല്ലയോ രാമ, മായാവി, ഈ അസുരന്മാരൊക്കെ രാക്ഷസന്മാരൊക്കെ മഹാമായാവികളാണ്. മായാവിയാണ് ഇവൻ. രാക്ഷസാധമ, രാക്ഷസന്മാരിൽ അധമനാണ് ഇവൻ. തേ വിശ്വാസാർഹ, എന്നാ അങ്ങക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല, വിശ്വാസാർഹനല്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ അങ്ങയുടെ വിശ്വാസം അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് യോഗ്യനല്ല. സുഗ്രീവൻ പറയാട്ടോ, വിശേഷേണ, വിശേഷിച്ച് സീതാഹർത്തു രാവണസ്യ, സീതയെ അപഹരിച്ച രാവണൻ്റെ അനുജഹ ബലി, അനുജനുമാണ്, നല്ല ശക്തിമാനുമാണ്. സീതയെ അപഹരിച്ച രാവണൻ്റെ സ്വന്തം അനിയനാണത്. സായുധൈ മന്ത്രിഭി, ദേ ആയുധങ്ങളോടും മന്ത്രിമാരോടും കൂടിയിട്ട് ഇവിടെ വന്നിട്ട് വിവരെ, ഒരവസരം കിട്ടുമ്പോൾ, ഒരു ദ്വാരം കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ അവസരം കിട്ടുമ്പോൾ, അസ്മാൻ, നമ്മളെ നിഹനിഷ്യതി, കൊല്ലും. ഇവനെ വിശ്വസിക്കാൻ വയ്യ. ധാരാളം ആയുധങ്ങൾ മന്ത്രിമാരോടും കൂടിയാണ് അവിടെ വന്നത്. അവസരം കിട്ടിയാൽ നമ്മളെ കൊല്ലും. അതുകൊണ്ട് ദേവ, അല്ലയോ രാമചന്ദ്രദേവ, മേ ആജ്ഞാപയ, എനിക്ക് കൽപ്പന തരൂ. എന്തിന്? അയം ഇവൻ വാനരൈഹി, വാനരന്മാരാൽ ഹന്യതാം, ഹനിക്കപ്പെടട്ടെ. അതുകൊണ്ട് എനിക്ക് ഓർഡർ തരൂ. എൻ്റെ വാനരന്മാർ ഇവരെപ്പം ഇവരുടെ കഥ കഴിക്കും, ഇവരെ കൊല്ലും. മമ, എനിക്ക് ഏവം ഭാതി, എനിക്ക് ഏവം ഭാതി മീൻസ് എനിക്ക് ഇങ്ങനെയാണ് തോന്നണം, എൻ്റെ മനസ്സിൽ ഇതാണ്, ഈ ചിന്തയാണ് പ്രകാശിക്കണം, മീൻസ് ഇത് തോന്നുന്നു എനിക്ക്.
രാമ, ഹേ രാമ, തേ ബുദ്ധ്യ, അങ്ങയുടെ ബുദ്ധി കൊണ്ട് കിം നിശ്ചിതം, എന്താ അങ്ങ് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ പറയാണ്, ഞങ്ങൾക്ക് എന്താണ് അങ്ങയുടെ ബുദ്ധി ഉപയോഗിച്ച് തോന്നണമെന്ന് വെച്ചാൽ വധ, അത് പറയൂ. സുഗ്രീവ വചനം, സുഗ്രീവൻ്റെ വചനത്തെ ശ്രുത്വ, ശ്രവിച്ചിട്ട് രാമ സസ്മിതം അബ്രവീത്, സുഗ്രീവൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ, വിഭീഷണനെ സ്വീകരിക്കണോ ഉപേക്ഷിക്കണോ എന്ന് സുഗ്രീവനോട് അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല ശരിക്ക് ശ്രീരാമൻ. പക്ഷേ ഭഗവാന്റെ ഹിതകാരിയാണ് എന്നുള്ള നിലയ്ക്ക്, ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കും അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് സുഗ്രീവൻ പറഞ്ഞത്. എന്താ സുഗ്രീവൻ പറഞ്ഞത്? ഹേ രാമഭഗവാനെ, വിഭീഷണനെ വിശ്വസിക്കേണ്ട. എന്താച്ചാൽ മായാപ്രയോഗത്തിൽ നല്ല സമർത്ഥന്മാരാണ് രാക്ഷസന്മാരൊക്കെ. ഇവനൊരു രാക്ഷസാധമനാണ്. എന്താച്ചാൽ വിശേഷിച്ച് സീതയെ അപഹരിച്ച രാവണൻ്റെ അനുജനാണ്, മഹാബലവാനാണ്. ഇപ്പം ഇവിടെ വന്നുള്ളത് ആയുധധാരികളായിട്ടുള്ള മന്ത്രിമാരോട് കൂടിയിട്ടാണ്. അവസരം കിട്ടിയാൽ നമ്മളെ ആക്രമിക്കും, കൊല്ലും. അപ്പോൾ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച്, സ്വന്തം ഏട്ടനെ ഉപേക്ഷിച്ച് നമ്മളുടെ കാര്യത്തിൽ സഹായിക്കുന്നത് നമുക്ക് വിചാരിക്കാൻ വിഷമാണ്. അതുകൊണ്ട് എനിക്ക് കൽപ്പന തരൂ, എന്തിന്? ഇവനെ എൻ്റെ കൂടെയുള്ള വാനരന്മാർ പോയി കൊല്ലട്ടെ. ഇങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ബുദ്ധിയിൽ തോന്നണത്. ഇനി അങ്ങയുടെ ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചിട്ട് എന്താണ് തോന്നണമെന്ന് എന്നോട് പറയൂ എന്ന് സുഗ്രീവൻ പറഞ്ഞത് കേട്ടപ്പോൾ രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം നമുക്കത് മൂന്നും വായിച്ച് അടുത്തേക്ക് പോവാം. വിശ്വാസാർഹോ നതേ രാമ മായാവി രാക്ഷസാധമ സീതാഹത്തുർവിശേഷേണ രാവണസ്യാനുജോ ബലി മന്ത്രിഭിः സായുധൈരസ്മാൻ വിവരേ നിഹനിഷ്യതി തദാജ്ഞാപയമേ ദേവാ വാനരൈർഹന്യതാമയം മമൈവം ഭാതിതേ രാമ ബുദ്ധ്യാ കിം നിശ്ചിതം വദ. ശ്രുത്വാ സുഗ്രീവവചനം രാമ സസ്മിതമബ്രവീത്. രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ എന്താ? യദീച്ഛാമി കപിശ്രേഷ്ഠ ലോകാൻ സർവാൻ സഹേശ്വരാൻ നിമിഷാർത്ഥേന സംഹന്യം സൃജാമി നിമിഷാർത്ഥതഃ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അതാണ് പറയണത്. എന്താ പറയണത്? കപിശ്രേഷ്ഠ, അല്ലയോ വാനരാധിപ, സുഗ്രീവനോടാ പറയണത്. യതി ഇച്ഛാമി, എനിക്ക് എൻ്റെ ഇച്ഛ അതാണെങ്കിൽ, സഹേശ്വരാൻ, ഇന്ദ്രാദിദേവന്മാരോടു കൂടിയ സർവാൻ ലോകാൻ, ഈ സകല ലോകങ്ങളെയും നിമിഷാർത്ഥേന, അതായത് അരനിമിഷം കൊണ്ട് സംഹരിക്കാൻ എനിക്ക് സാധിക്കും. നിമിഷാർത്ഥത, അർത്ഥനിമിഷം കൊണ്ട് സൃജാമി, സൃഷ്ടിക്കാനും സാധിക്കും. ഹേ വാനരശ്രേഷ്ഠ, എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ഇന്ദ്രാദി ലോകപാലകന്മാരോട് കൂടിയ ഈ സമസ്ത ലോകങ്ങളെയും അര നിമിഷം കൊണ്ട് എനിക്ക് ഇല്ലാതാക്കാൻ പറ്റും, അതായത് സംഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ, അരനിമിഷത്തിൻ്റെ ഉള്ളിൽ എനിക്കിതിനെ സൃഷ്ടിക്കാനും സാധിക്കും. അതായത് ഞാൻ സത്യസങ്കൽപ്പനാണ്, സർവേശ്വരനാണ് എന്ന് നീ മനസ്സിലാക്കൂ. ഞാനാണ് സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ മുഴുവൻ നിയന്താവ്. അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ വിഭീഷണനൊന്നുമല്ല, വിഭീഷണൻ പാവം 4 മന്ത്രിമാരൊന്നുമല്ല, എനിക്ക് ലോകപാലകന്മാരോട് കൂടിയിട്ടുള്ള ഈ സർവ ജഗത്തിനെ എനിക്ക് സംഹരിക്കാം ഒരു അരനിമിഷം കൊണ്ട്. അരനിമിഷം കൊണ്ട് എനിക്ക് ഈ സർവ്വജഗത്തിനെ സൃഷ്ടിക്കാനും സാധിക്കും. ഞാൻ സർവേശ്വരനാണ്, സത്യസങ്കല്പനാണ്. ഞാൻ, എൻ്റെ സങ്കല്പം എപ്പോഴും അമോഘ സങ്കല്പനാണെന്ന് പറഞ്ഞുല്ലോ. സത്യസങ്കല്പനാണ് ഞാൻ, സർവേശ്വരനാണെന്ന് നീ മനസ്സിലാക്കൂ എന്നാദ്യം പറഞ്ഞു ശ്രീരാമൻ. യദീച്ഛാമി കപിശ്രേഷ്ഠ ലോകാൻ സർവാൻ സഹേശ്വരാൻ നിമിഷാർത്ഥേന സംഹന്യം സൃജാമി നിമിഷാർത്ഥതഃ. ഇനി 11. അതോ മയാ ഭയം ദത്തം ശീഘ്രമാനയ രാക്ഷസം സകൃദേവ പ്രപന്നായ തവാസ്മീതി ച വാദിനേ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ. ഞാൻ എപ്പോഴും ചൊല്ലാറുള്ളതാണല്ലോ, ഞാൻ എന്നും
ചെല്ലാറുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെല്ലാറില്ല. അതുകൊണ്ട് അഭയം രക്ഷ മയാദത്തം എന്നാൽ ദാനം ചെയ്യപ്പെട്ടു. ഞാൻ രക്ഷ കൊടുക്കുകയാണ്, അതായത് ഞാൻ അഭയം കൊടുക്കുകയാണ്. ശീഘ്രം വേഗം രാക്ഷസനെ ആനയാ വരാൻ പറയൂ ഭീഷണോട്. സകൃത് ഏവ ഒരിക്കൽ മാത്രം ഒരു പ്രാവശ്യം ശരണാഗതി അടഞ്ഞാൽ പ്രപന്നായ ശരണം പ്രാപിച്ചവനായിക്കൊണ്ട് തവ അസ്മി ഇതി ഞാൻ അങ്ങയുടെ ബന്ധു എന്ന് വാദിക്കുന്നവനായിക്കൊണ്ടും സർവഭൂതേഭ്യ സർവപ്രാണികൾക്കായിക്കൊണ്ട് അഭയം ദദാമി രക്ഷ നൽകുന്നേൻ ഇതി ഏതത് ഇതാണ് എൻ്റെ വ്രതം. സകൃദേവ പ്രപന്നായ തവാസ്മീതിച്ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ. എന്താ വെച്ചാൽ സർവേശ്വരനാണ് ഞാൻ എന്ന് പറഞ്ഞല്ലോ, ഞാൻ സൃഷ്ടി സംഹാരങ്ങൾക്കൊക്കെ കാരണം സർവേശ്വരനായതുകൊണ്ട് ഞാൻ അവന് അഭയം നൽകിയിരിക്കുന്നു. വേഗം ആ വിഭീഷണനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. എന്നിട്ട് പറയാണ് ഞാൻ അഭയം നൽകി, ഞാൻ എൻ്റെ ബുദ്ധിയിൽ തീർച്ചയാക്കി ഞാൻ അവന് അഭയം നൽകിയിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു വ്രതമുണ്ട്. എന്താണ്? ഏതൊരാളാണ് എന്നെ ഒരേ ഒരു പ്രാവശ്യം ശരണം പ്രാപിച്ച് ഞാൻ അങ്ങയുടെ ആശ്രിതനാണ് രക്ഷിക്കണേ എന്ന് ഒറ്റ പ്രാവശ്യം ഏതൊരുവനാണ് അപേക്ഷിക്കുന്നത്, അവനും ആ വിധം എൻ്റെ അടുത്ത് എന്നോട് യാചിക്കുന്ന സർവപ്രാണികൾക്കും ഞാൻ അഭയം നൽകും. ഇതെൻ്റെ വ്രതമാണ്. ആ വ്രതത്തിന് ഞാനൊരു ഭംഗം വരുത്തില്ല. അതായത് ശത്രുപക്ഷക്കാരനാണ് വിഭീഷണൻ എന്നുള്ള വിചാരം കൊണ്ട് ഉപേക്ഷിച്ചാൽ, ഇങ്ങനെ എന്നെ ശരണാഗതി അടഞ്ഞ ആള് ശത്രുപക്ഷത്തു നിന്ന് വരുന്ന ആളാണ് എന്ന് വിചാരിച്ച് ഞാൻ ഉപേക്ഷിച്ചു ചോട്ടെ, എൻ്റെ ഈ വ്രതത്തിന് ഭംഗം വരും അല്ലേ? ആ വ്രതം ഞാൻ ഒരിക്കലും ഭംഗം വരുത്തില്ല. എന്താ വ്രതം? എന്നിൽ ശരണാഗതി അടഞ്ഞ് ഒരാൾ എന്നെ രക്ഷിക്കണേന്ന് യാചിച്ചാൽ ഒരു പ്രാവശ്യമായാലും മതി, ഞാൻ അവർക്ക് അഭയം നൽകുക എന്ന് ചെയ്യുന്നതാണ് എൻ്റെ വ്രതം. ഇപ്പോൾ വിഭീഷണൻ എന്താ ശരണാഗതി അടഞ്ഞിരിക്കുന്നു, ശത്രുപക്ഷത്തുള്ള ആളാണ് എന്ന് വിചാരിച്ച് ഞാൻ അഭയം കൊടുക്കാതിരുന്നാൽ എൻ്റെ ആ വ്രതത്തിന് ഭംഗം വരും. അത് ഞാൻ ഒരിക്കലും ഭംഗം വരുത്തില്ല. അതുകൊണ്ട് ഇനിയൊന്നും പറയണ്ടെന്ന് ചുരുക്കം സുഗ്രീവനോട്. ഇതിൽ തവാസ്മീതിച്ച വാദിനെ എന്നാണ് കേട്ടോ ഞാൻ പഠിച്ചിരിക്കുന്നത്. സകൃദേവ പ്രപന്നായ തവാസ്മീതിച്ച യാചത്തെ അഭയം സർവഭൂതേഭ്യോ. അതായത് എനിക്ക് തോന്നുന്നത് വാൽമീകി രാമായണത്തിൽ അങ്ങനെ ആയിരിക്കണം. അതോ മയാഭയം ദത്തം ശീഘ്രമാനയ രാക്ഷസം. പിന്നെ പറയാണ് എൻ്റെ വ്രതം തെറ്റിക്കില്ലെന്ന്. എന്താ? സകൃദേവ പ്രപന്നായ തവാസ്മീതി വാദിനെ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതത് വ്രതം മമ. ആക്ച്വലി അത് ഭഗവാൻ നമുക്ക് തരണ ഒരു പ്രോമിസാണ്, ഭഗവാൻ നമുക്ക് തരണ ഒരു വരാണ് വാസ്തവത്തിൽ. അതല്ലേ നമുക്ക് തരണ ഒരു എഷ്വറൻസാണ് ഭഗവാൻ. എന്താ? എന്നെ ശരണാഗതി അടഞ്ഞോളൂ, ഞാൻ കൈവെടിയില്ല, ഞാൻ അഭയം നൽകുമെന്ന് ഭഗവാൻ. അപ്പം നമുക്ക് എന്തൊരു സമാധാനമാണ് ആ ശ്ലോകം. അതുകൊണ്ടാണ് എനിക്കത് വലിയ ഇഷ്ടം. ഞാനത് ഇടയ്ക്കൊക്കെ എന്താ പറയുക കോട്ട് ചെയ്യാറുണ്ട്. വെച്ചാൽ അത്ര നല്ലൊരു, നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല ഒരു സമാധാനവും സന്തോഷവും ഒരു വിശ്വാസവും കൂട്ടാനൊക്കെ ഉള്ളൊരു നല്ല ശ്ലോകമാണ്. ഇനി 12. അതും കൂടി കഴിഞ്ഞു നിർത്താൻ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി സുഗ്രീവാങ്കിട് പറയണതാണ്, നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഈ ഒരു ഭഗവാന്റെ അഷ്വറൻസോടുകൂടി നിർത്താൻ നല്ല സ്ഥലമാണ്. അപ്പോൾ ഭഗവാൻ നമ്മളെ ഒക്കെ ഒരു പ്രതിജ്ഞ നമ്മളോട് ചെയ്യുകയാണ്. എന്നെ ആര് ശരണാഗതി അടയുന്നു അവർക്ക് ഞാൻ അഭയം നൽകും. ആരായാലും ഒരൊറ്റ പ്രാവശ്യം എന്നോട് ശരണാഗതി അടഞ്ഞിട്ട് എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കണോ അവർക്ക് ഞാൻ അഭയം നൽകും. അതാണ് എൻ്റെ വ്രതം എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.